ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. OTT സേവനങ്ങൾക്ക് പ്രചാരം വർദ്ധിക്കുന്നു. കേബിൾ TV ഉപഭോക്താക്കളുടെ എണ്ണം കുത്തനെ കുറയുന്നതായും റിപ്പോർട്ട്. ആഗോളതലത്തിൽ സ്മാർട്ട് TV സേവനങ്ങൾക്ക് പ്രചാരമേറുന്നതായി പഠനം. അതിന്റെ അനന്തരഫലമെന്നോണം കേബിൾ TV, ഓവർ ദ എയർ TV സേവനങ്ങളുടെ ഉപയോഗം വൻതോതിൽ കുറഞ്ഞുവരികയാണെന്നും നീൽസൺ ദ ഗേജിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് കേബിൾ TV ഉപയോഗം അതിന്റെ പാരമ്യത്തിലെത്തിയത്. ഇപ്പോഴത് തകർച്ചയുടെ പാതയിലാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. നീൽസൺ ദ ഗേജിന്റെ മെയിലെ റിപ്പോർട്ട് അനുസരിച്ച് ഓൺലൈൻ സ്ട്രീമിംഗ് സേവനങ്ങൾക്കാണ് ടിവിയിൽ കാഴ്ചക്കാർ കൂടുതലുള്ളത്. 44.8% പേർ. കേബിൾ ടിവിയുടെ കാഴ്ചക്കാർ 24.1%, ഓവർ ദ എയർ TV സംപ്രേഷണത്തിന് 20.1% കാഴ്ചക്കാരുമാണുള്ളത്. കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി കേബിൾ TV സേവനദാതാക്കളുടെ വിപണി വിഹിതം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെൻഡിന് മാറ്റം വരുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. റിപ്പോർട്ട് അനുസരിച്ച് സ്ട്രീമിംഗ് സേവനങ്ങളിൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, സിഡ്നി, പ്രൈം വീഡിയോ തുടങ്ങിയവയാണ് മുന്നിൽ. ഇന്ത്യയിലും സമാനമായ പ്രവണതയാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാത്തിരിപ്പിന് വിരാമമിട്ട് മാരുതി സുസുക്കിയുടെ EV സെപ്റ്റംബറിൽ എത്തും. സെപ്റ്റംബർ 3-നാണ് ഈ വിറ്റാര ഇന്ത്യൻ നിരത്ത് കീഴടക്കാനെത്തുന്നത്. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണിയിൽ 1-ാം സ്ഥാനത്താണെങ്കിലും ഇലക്ട്രിക് വാഹനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് മാരുതി സുസുക്കി. ആദ്യ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാരയുടെ പ്രഖ്യാപനം കഴിഞ്ഞ 2 വർഷത്തോളമായെങ്കിലും ലോഞ്ചിങ് നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് സെപ്റ്റംബർ 3-ാം തീയതി ഈ വിറ്റാര വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. എതിരാളികളുടെ നീണ്ട നിരയോടാണ് ഈ വിറ്റാരയ്ക്ക് മത്സരിക്കേണ്ടി വരിക. ഹ്യുണ്ടായി ക്രേറ്റ EV, മഹീന്ദ്ര BE6, ടാറ്റ കർവ് EV, MG ZS EV തുടങ്ങിയ വാഹനങ്ങളാണ് ഈ വിറ്റാരയുടെ എതിർസ്ഥാനത്തുള്ളത്. 2025 ആദ്യം നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് വാഹനത്തിന്റെ മോഡൽ പുറത്തിറക്കിയത്. 49 കിലോവാട്ട്, 61 കിലോവാട്ട് എന്നീ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ഈ വിറ്റാര വിപണിയിലെത്തും. ഫീച്ചർ സമ്പന്നമായ വാഹനമാണ് ഈ വിറ്റാര. ഫ്ലോട്ടിംഗ് ഡുവൽ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷൻ സംവിധാനത്തിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത്. ഇതും മാരുതിയുടെ പുതുമയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെറുകാറുകൾ വാങ്ങാൻ ആളില്ല. മാരുതി സുസുക്കിയുടെ ഉൽപാദനം ജൂണിൽ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ചെറുകാറുകളുടെയും കോമ്പാക്ട് സെഡാനുകളുടെയും ആവശ്യക്കാർ കുറഞ്ഞതാണ് ഇതിന് കാരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ ഉൽപാദനം ജൂണിൽ 5 വർഷത്തെ ഏറ്റവും താഴ്ന്നതായി റിപ്പോർട്ട്. ചെറുകാറുകൾക്കും കോമ്പാക്ട് സെഡാനുകൾക്കുമുള്ള ആവശ്യക്കാർ കുറഞ്ഞതാണ് ഇതിന് കാരണം. സാധാരണയായി ജൂണിൽ 2 വർഷത്തിലൊരിക്കൽ അറ്റകുറ്റപ്പണികൾക്കായി മാരുതി പ്ലാന്റുകൾ അടച്ചുപൂട്ടാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ കണക്ക് 2020 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന മാസമാണ്. കമ്പനിയുടെ പ്രതിമാസ ഉൽപാദന റിപ്പോർട്ട് അനുസരിച്ച് 2021 ജൂണിൽ 1,63,037 നിന്ന് ഉൽപാദനം 23% ഇടിഞ്ഞ് 1,25,392 ഒരു കാലത്ത് മാരുതിയുടെ പ്രധാന വാഹനമായിരുന്ന ചെറുകാർ വിഭാഗത്തിലെ ഡിമാൻഡ് കുറയുന്നതാണ് ഈ ഇടിവ് പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ആളുകൾ SUVകളിലേക്കും പ്രീമിയം മോഡലുകളിലേക്കും തിരിയുന്നു. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് സൊസൈറ്റി പ്രകാരം മൊത്തം വിൽപ്പനയുടെ 66% SUVകളാണ്. ഇതിനു പുറമെ മാരുതിയുടെ മോഡേൺ ശ്രേണിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ അഭാവവുമുണ്ട്. ജൂൺ പാദത്തിൽ മാരുതിയുടെ ആഭ്യന്തര വിൽപ്പനയിൽ 4.5% ഇടിവുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറ്റവും ചെറിയ മോഡലുകളുടെ വിൽപ്പനയിൽ 36% ഇടിവാണുണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹന ബാറ്ററി സാങ്കേതികവിദ്യയുടെ കയറ്റുമതി നിയന്ത്രിച്ച് ചൈന. ആഗോള വാഹന വിപണിയിലെ മേധാവിത്വം ഉറപ്പിക്കലാണ് ലക്ഷ്യം. ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സുപ്രധാന സാങ്കേതികവിദ്യകളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ചൈന. ആഗോള ഇലക്ട്രിക് വാഹന വ്യവസായ രംഗത്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളുടെ നിർമ്മാണത്തിനും ബാറ്ററികളിൽ ആവശ്യമായ പ്രധാന ധാതുക്കളിലൊന്നായ ലിഥിയം പ്രോസസ് ചെയ്യുന്നതിനും ആവശ്യമായ സാങ്കേതികവിദ്യകൾ ചൈനീസ് ഭരണകൂടത്തിന്റെയും കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ഇടം പിടിച്ചു. വ്യാപാരം, നിക്ഷേപം, സഹകരണം എന്നിവയിലൂടെയെല്ലാം ഈ സാങ്കേതികവിദ്യകൾ ചൈനീസ് അതിർത്തി കടക്കുന്നത് ഇതോടെ നിലയ്ക്കും. അതിന് സർക്കാരിന്റെ പ്രത്യേക ലൈസൻസ് ആവശ്യമായി വരും. അതായത് ഈ സാങ്കേതികവിദ്യകൾ സ്വന്തമായുള്ള ചൈനീസ് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വിദേശങ്ങളുമായി സഹകരിക്കാൻ കഴിയില്ല. നേരത്തെ യുദ്ധവിമാനങ്ങളിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലുമെല്ലാം ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കൾക്ക് ചൈന കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. US-ഉമായുള്ള വ്യാപാര യുദ്ധത്തിലെ ചൈനയുടെ ഏറ്റവും വലിയ ആയുധമാണ് ഈ അപൂർവ ധാതുക്കൾ. അത്തരം ധാതുക്കളുടെ വലിയ ശേഖരമുള്ള രാജ്യമാണ് ചൈന. അസംസ്കൃത വസ്തുക്കളുടെ സംസ്കരണം മുതൽ ബാറ്ററി നിർമ്മാണം വരെ
ചൈന മറ്റു രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. ഈ കാരണം കൊണ്ടുതന്നെ കുറഞ്ഞ ചെലവിൽ ശക്തിയേറിയ ബാറ്ററികൾ നിർമ്മിക്കാൻ ചൈനയ്ക്കാകും. അതുകൊണ്ടുതന്നെ ഇലക്ട്രിക് വാഹന രംഗത്ത് ചൈന ആഗോളതലത്തിൽ മുന്നിലാണ്. ചൈനീസ് ബാറ്ററികളെയാണ് ലോകത്തെ വലിയൊരു വിഭാഗം കാർ നിർമ്മാതാക്കളും ആശ്രയിക്കുന്നത്. 67% ചൈനയുടെ വിപണി വിഹിതം. ചൈന ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഇലക്ട്രിക് വാഹന രംഗത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.